അവരെ എല്ലാവരും വെയിറ്റ് ചെയ്യും. എന്താ പറയാ ഒറ്റപ്പെട്ട അവിടെ നമ്മളിപ്പോൾ സിനിമാ ഗ്രാമത്തിൻ്റെ കലാകാരന്മാർ എത്തിയിരിക്കുന്നത് ഗോവയിലെ പ്രസിദ്ധമായ അഗോഡ ഫോർട്ടിലാണ്. അപ്പോൾ അഗോഡ ഫോർട്ടിൻ്റെ മറ്റു വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. നമ്മളെല്ലാവരും കൂടി ഫോർട്ടിൻ്റെ ഉള്ളിൽ ഫോർട്ടിനുള്ളിലേക്ക് എല്ലാവരും കടക്കും. ഫോർട്ടിൻ്റെ ഉള്ളിലേക്കുള്ള കാഴ്ചയാണിത്. വലിയ ഫോർട്ടാണ്. അതെയാ, ഇത് നമ്മൾ ശരിക്കും കണ്ടുവാ. നമുക്കറിയാലോ ഇതാണ്. അതെയാ,
ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ഇവന് ഇവിടുന്ന് ഫോട്ടോ തന്നെ ഇവിടെ ഇതാ നമ്മളെ പ്രിയർഷി ഫോട്ടോ എടുക്കുന്നുണ്ട് അടിപൊളിയായിട്ട്. അങ്ങനെ നമ്മളെ കോട്ട ഇത് വലിയൊന്നും കാണാനൊന്നുമില്ല, ഇതുപോലത്തെ സംഭവമേ ഉള്ളൂ. ഇവിടുന്ന് അത് ഞാനും പറഞ്ഞു. നിരവധിയായ ഫാക്ടറി ഔട്ട്ലെറ്റുകളും അതുപോലെ തന്നെ റിസോർട്ടുകൾ, അങ്ങനെ ചെറിയൊരു ടൗൺഷിപ്പ് തന്നെ ഉള്ള ഒരു ദ്വീപാണ്. ഓക്കെ, അവൻ ദ്വീപിൻ്റെ കാര്യമൊന്നും പറഞ്ഞു തന്നു. പിന്നെ ദ്വീപിൻ്റെ കാര്യമൊന്നും പറയാനില്ല. ഇപ്പം നമുക്കറിയുന്ന കാര്യങ്ങൾ കോട്ടയുടെ മറ്റേ സ്ഥലമാണ്. ഇവിടെ താഴേക്കൊന്നും പോകാൻ പറ്റൂല. അവിടെ നിന്നിട്ടിതാ ശരി വച്ചിട്ടുണ്ട്. ഇത് കോട്ടയിലെ ജയിലാണ്. ഭക്ഷണം കഴിച്ചാൽ ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലും ജീവിക്കാൻ അടിപൊളിയാണ്. ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഇങ്ങനെ ജയിലിൽ ഇതെല്ലാം തടവില്ല. ഇതെല്ലാം സെല്ലുകളാണ് തോന്നുന്നു. ഇവിടെയൊക്കെ അടച്ചെല്ലുകളാണ്. അപ്പം എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ പണ്ട് കുറ്റവാളികളെ താമസിപ്പിക്കുന്ന സ്ഥലമായിരിക്കും. പക്ഷെ അതൊന്നും വ്യക്തമായി പറയാൻ നമുക്കറിയില്ല. ഇപ്പം അഭിലാഷ് ഇങ്ങനെ പറഞ്ഞതാണ് അവൻ്റെ ഊഹം. ഇതിനുള്ള ശരിക്കും അടച്ചണക്കാൻ സംഭവം കണ്ടില്ലേ. എല്ലാവരും പറഞ്ഞ് ജയിൽ തന്നെയാവുന്നത്. ആൾക്കാർ ഇരിക്കുന്ന സ്ഥലം ഇതെല്ലാം അടച്ചതാണ്. എൻട്രൻസ് ആണ് ജയിലിന്റെ എൻട്രൻസ്. അതിന്റെ മുകളിൽ നിന്നിട്ടാണ് കോട്ടയുടെ വിധി, അതായത് ജയിലുകളാണ് ഇതിന്റെ വിധികൾ നടത്തുന്നതും അതിന്റെ അതായത് അന്നത്തെ ഇന്നിപ്പോ കോടതി ഇന്ന് രാജാവിന്റെ സംഭവിക്കുന്നതാണ്. അതായത് ഇവിടെ ഈ ജന്മി ഉണ്ടല്ലോ അന്നത്തെ രാജഭരണം, ആ രാജഭരണത്തിൽ ഇത് വളരെ ഒരു ബൃഹത്തായ ഒറ്റപ്പെട്ട ഒരു സംവിധാനമാണ് പണ്ട് കാലത്ത് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇത് പിന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് കുറ്റവാളികളെയൊക്കെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് വളരെ ഒറ്റപ്പെട്ട സ്ഥലം തിരഞ്ഞെടുക്കുകയും
മാത്രമല്ല കടൽ മാർഗം പോകാനും വരാനുള്ള സംവിധാനമൊക്കെ ഒരുക്കുകയും പിന്നെ ഇവിടെ ഇതിനകത്ത് വളരെ ശാസ്ത്രീയമായിട്ടാണ് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സെല്ല് രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതിനുള്ളിൽ ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. രക്ഷപ്പെടാൻ പറ്റുന്നെങ്കിൽ അപ്പുറത്തെ കിടങ്ങാണ്. ഉൾഭാഗത്താണെങ്കിൽ ഇതേമാതിരി മിലിറ്ററിക്കാർക്കൊക്കെയുള്ള സംവിധാനം ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ ഇനി എന്താണെന്നുള്ളത് ഞങ്ങൾ പോയിട്ട് കാണാൻ പോകുന്നുള്ളൂ. ഇതിൻ്റെ മേലെ നിന്നുള്ള സാധനമാണ്. ഓക്കെ, ഏതായാലും ശരി, ഇതൊരു മഹാ സംഭവം തന്നെയാണ്. കാരണം പഴയ കാലത്തുള്ള കുറ്റവാളികൾ അല്ലെ ഇട്ടിരുന്നത് ഇതിപ്പോൾ ലൈറ്റ് ഹൗസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അന്ന് അവർ ഇത് സർച്ചിന് വേണ്ടിയിട്ട്, അതായത് പരിസരങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി വെച്ചിരിക്കുന്ന സാധനമാണ്. ഇവിടെ പീരങ്കി വെക്കാനുള്ള ഇതൊക്കെ സംവിധാനങ്ങൾ കാര്യങ്ങളൊക്കെ കോട്ടയുടെ ഓരോ മൂലയിലും സംവിധാനിച്ചിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തിൻ്റെ സ്ഥാനത്ത് തന്നെ നമ്മളെ ടിപ്പു സുൽത്താൻ്റെ കോട്ടയുടെ മാതൃകയാണ് ഇതുള്ളത്. അതുകൊണ്ട് തന്നെ ടിപ്പു സുൽത്താനാണ് ഈ കോട്ട ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അങ്ങനെ ആ കത്തി നടക്ക്. ഇവിടെ തിരക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയെന്ന്. അങ്ങനെ നമ്മളെ ഇവിടെ നമ്മളെ കേരളത്തിലെ നമ്മളെ കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രശസ്ത പ്രശസ്ത മേക്കപ്പ് മാൻ നമ്മുടെ രജീഷ് പദാവരി ഇവിടെ ഇരിക്കുന്നുണ്ട്. നമസ്കാരം. പ്രശസ്ത മേക്കപ്പ് മാനും ഭൂലോകമുണ്ടായി പോകും. നമ്മുടെ സീരിയൽ താരം നമ്മൾ കോട്ടയിൽ നിന്ന് തിരിച്ചു പോയെന്ന് എല്ലാവരും വരുന്നുണ്ട്. നമ്മളെ കമറുക്കെല്ലാം ഇങ്ങനെ വേക്കുന്ന ഇങ്ങനെ വരുന്നുണ്ട്. ഷൂട്ട് ചെയ്ത്